ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നല്ല അടിപൊളിയുള്ളൊരു മീൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ മീൻ കറിയല്ല കേട്ടോ, ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അങ്ങ് കാണുക കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. കടുക് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഉലുവ കുറച്ച് മതി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കേട്ടോ. അതിലോട്ട് ഇതാ ചെറിയുള്ളി, ഉപ്പിട്ടാ, സാൾട്ടാണ് ആവശ്യത്തിന് കേട്ടാ. ഉപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് വാടിക്കിട്ടും. അങ്ങനെ ഇതാ ആവശ്യത്തിന് ഞാനൊരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 8 ഇല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. ഒരു 3 പച്ചമുളകും കേട്ടോ. നന്നായിട്ടൊന്ന് വാടിയതിൻ്റെ ശേഷം നല്ല അയിലക്കറി ഇങ്ങനെ ഉണ്ടാക്കിയൊന്ന് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ചോറൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആ പച്ചയുടെ സ്മെല്ല് പോയിട്ട് നന്നായിട്ട് വാടണം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറുതായിട്ടുള്ള സ്മെല്ല് പോയി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. സ്മെല്ലുണ്ടായാൽ അത്ര നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളകും പൊടി, ഒരു 1.5 ടീസ്പൂൺ കേട്ടോ. ആവശ്യം നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യുമ്പോൾ എത്ര അളവെന്ന് നമുക്കറിയില്ല. അതുപോലെ എല്ലാ ഇതിലോട്ട് ഞാൻ തക്കാളി കേട്ടോ. തക്കാളി ഒരു 2 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി വിടുക കേട്ടോ. കുറച്ച് പുളി കേട്ടോ, കൂടുതലാവാൻ പാടില്ല. കുറച്ച് പുളി ഒഴിച്ച് കുറച്ച് വെള്ളം കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് മൂടി വെക്കട്ടോ. മൂടി വെച്ചിട്ട് അത് തിളച്ചതിൻ്റെ ശേഷം മീനിടാം കേട്ടോ. അങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളക്കുന്നുണ്ട്. അപ്പോൾ തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലുണ്ട് കേട്ടോ. പക്ഷെ പുളിയുടെ പുളി അങ്ങനെ മൂടി വെക്കട്ടെ. നമുക്ക് നല്ലോണം ഇങ്ങോട്ട് 2 തള തിളക്കട്ടെ. എന്നിട്ട് അപ്പോഴേക്കും ഫ്രഷ് ഇതാ മീൻകറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് ഓഫാക്കി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്
മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഓപ്ഷനാണ് കേട്ടോ, ഉണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം മീൻകറി സെറ്റ് ഇട്ടാ, അടിപൊളി മീൻകറി. എന്താ ചോറിക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീൻകറി. ഇതുമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി മീൻകറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. അങ്ങനെ അതിൽ വറ്റിച്ചതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൽ വറ്റിക്കുക. തേങ്ങരച്ച കറി വേറെ ഡിസൈനിലാണ് കേട്ടോ വെക്കാറ്. വേറെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ ഇഞ്ചി കൂട്ടാറില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ മീൻ കറികളും എൻ്റെ കറികളും ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്ത നേരത്തെ ചോറ് എടുക്കാൻ കാരണം അയിലക്കറി കണ്ടുകൊണ്ടാണ് കേട്ടോ. അതിലിനായിട്ട് ഇങ്ങനെ ഗ്രേവി വെച്ച് കഴിഞ്ഞാൽ ഫുഡ് പോണ വഴി അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ അയില ഗ്രേവിയും ഉപ്പേരിയും പപ്പടമാണ് കേട്ടോ. അപ്പോഴത്തേക്കുള്ള വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.